നല്ല ഒഴിവ് സമയം ഉണ്ടായ സമയത്ത് ചെങ്ങഴുനീർക്കിഴങ്ങ് ഒന്ന് വിളവെടുത്തു. ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്നതാണ്. ഗ്രോ ബാഗ് വീണ് കിടക്കുന്നു, മണ്ണ് വീണ് കിടക്കുന്നു. ചെങ്ങഴുനീർക്കിഴങ്ങ് അതിൽ നിന്ന് പറിച്ചെടുത്തു. അതിനുശേഷം കിഴങ്ങ് നമ്മൾ പുറത്തേക്ക് എടുത്തു. അതിൽ തള്ള എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതിൽ നിന്നാണ് നമുക്ക് വീണ്ടും അടുത്ത ഒരു തലമുറയെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ തള്ളകൾ നിർത്തിയാൽ മതി. പക്ഷെ ഒരു കൗതുകത്തിന് കുറച്ച് കിഴങ്ങുകളും അതോടുകൂടിയ സസ്യവും നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചു. ഒരു ഭാഗത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് കിട്ടിയ വിളവാണ് കേട്ടോ. ഞാൻ കാണിക്കാം. ആദ്യം അതെടുത്തിട്ട് ഒന്ന് കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇതാണിത്. നല്ല ഭംഗിയുള്ള കിഴങ്ങുകളല്ലേ, പക്ക ഓർഗാനിക്കാണ്. ഇത് ഒരുപാട് അഡൾട്രേഷൻ വരുന്ന ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായ സ്പീഷീസാണിത്. കൃത്യമായ രീതിയിൽ കൃഷി ചെയ്ത ഔഷധമാണ് ഇത്. യോഗങ്ങളിൽ ചേർത്ത് കഴിഞ്ഞാൽ പറയുന്ന റിസൾട്ട് കിട്ടും. ഇത് ചേർത്തുണ്ടാക്കുന്ന പ്രധാന ഔഷധങ്ങളിലൊന്നാണ് ദ്രാക്ഷാതി കഷായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ കൊണ്ടാണ് ഈ യോഗങ്ങൾ നിർമ്മിക്കുന്നത്. ഈ യോഗങ്ങളാണ് രോഗികളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്.